നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര നിന്ന് കോട്ടയം വരെ ഒന്ന് പോയി. KSRTC ബസ്സിൽ സീറ്റ് ബുക്ക് ചെയ്താണ് പോയത്. പക്ഷെ ആ യാത്ര ഒന്നൊന്നര യാത്രയായിരുന്നു. എൻ്റെ അനുഭവം വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് പലരും യാത്ര ചെയ്യാൻ KSRTC ബസ് ഒഴിവാക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കുമെന്നാണ്. എനിക്ക് രാവിലെ 10:30 അതിനു മുമ്പ് കോട്ടയത്തെത്തണം. 10:30 ഒരു മീറ്റിംഗ് ഉണ്ട്. അത് റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു. അതനുസരിച്ച് 10:30 മുൻപ് കോട്ടയത്ത് എത്തത്തക്ക രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ കൃത്യം 10:30 മുൻപ് ചെല്ലുന്ന എറണാകുളത്തേക്ക് പോകുന്ന ഒരു പുതിയ പ്രീമിയം AC ബസ്സിൽ ടിക്കറ്റ് കിട്ടി. ഞാൻ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് കൊട്ടാരക്കര സ്റ്റാൻഡിൽ രാവിലെ 8:10 ആ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമെന്നും 15 മിനിറ്റ് മുൻപ് നിങ്ങൾ സ്റ്റാൻഡിൽ എത്തണമെന്നുമാണ്. അതാണ് ആ ടിക്കറ്റിൽ ബുക്കിംഗ് ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വരുന്ന ബസ്സാണ് എറണാകുളത്തേക്കുള്ളത്. ഞാൻ അതിന് പ്രകാരം ഒരു 7:45 ആയപ്പോൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വന്നു. നമ്മൾ താമസിച്ചതുകൊണ്ട് ഇനി ബസ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, കാരണം ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ചിലപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തെന്ന് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു 15 മിനിറ്റ് മുമ്പ്, 25 മിനിറ്റ് മുമ്പ് ഞാൻ അവിടെ ചെന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നു. സാധാരണ ചില പരിചയക്കാരൊക്കെ വന്നവരുമായിട്ടൊക്കെ സംസാരിച്ചിങ്ങനെ നിന്നു. 8:05 ആയപ്പോൾ ആ ബുക്കിംഗ് ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതിൻ്റെ ക്രൂവിൻ്റെ നമ്പറുണ്ട്, ഒരു അജേഷ് PV, അത് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ഞാനൊന്ന് വിളിച്ചു നോക്കി, വണ്ടി എവിടെ വരെ എത്തിയെന്നറിയാം. ആദ്യം വിളിച്ചപ്പോൾ എടുത്തില്ല, രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ എടുത്തു. കൊട്ടാരക്കര നിന്ന് കോട്ടയത്തേക്ക് സീറ്റ് ബുക്ക് ചെയ്ത ആളാണ്. വണ്ടി എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ, എത്തിയെന്നറിയാനാണ് വിളിക്കുന്നത്, എത്തിയത് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ മൊഴിഞ്ഞു, കിളിമാനൂരാകുന്നുവെന്ന്. ഇനി 1 മണിക്കൂർ കഴിയും, മാത്രമല്ല ടീ ബ്രേക്ക് 10 മിനിറ്റും അതിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. വണ്ടി 1 മണിക്കൂർ ലേറ്റായിട്ടാണ് വിട്ടത് പോലും. അങ്ങനെ മൊത്തം 1 മണിക്കൂർ 10 മിനിറ്റ് വൈകിയാലും 9:20 കൊട്ടാരക്കരയിൽ വരണം. ആദ്യം ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല, ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് ഞാൻ ഒന്ന് ചിന്തിച്ചു, കാരണം എനിക്ക് 10:30 മണിക്ക് മീറ്റിങ്ങിന് പങ്കെടുക്കാൻ 10:30 മണിക്കുമ്പോൾ അവിടെ ചെല്ലണമെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്താൽ പറ്റില്ല. പല ബസ്സുകൾ വന്നു, അതിലൊക്കെ നോക്കി, എല്ലാം സാധാ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഒക്കെയാണ്. വേറെ ബസ്സുകളൊക്കെ പലതും വന്നു, പക്ഷെ ആ വന്ന ബസ്സുകളെല്ലാം ഫുള്ളാണ്. അവിടെ വരെ നിന്ന് യാത്ര ചെയ്യാൻ മനസ്സൊന്നില്ല. മാത്രമല്ല സാധാരണ സൂപ്പർ ഫാസ്റ്റും ഒക്കെയാണ് വന്നതല്ല. ഈ ചൂട് കാലാവസ്ഥയിൽ അതിൽ കയറി അങ്ങ് ചെല്ലുമ്പോഴേക്കും ഒരു പരുവമാകും. മീറ്റിങ്ങിന് പോകാതിരിക്കാനും പറ്റില്ല. ഏതായാലും വെയിറ്റ് ചെയ്തു, കിട്ടിയ ഒരു ബെഞ്ചിൽ കാത്തിരുന്നു. കൂടെ സമയം നോക്കും, 9:30 കാണാഞ്ഞ് വീണ്ടും വിളിച്ചു. മുൻപത്തെ പോലെ അയാൾ എടുത്തില്ല. ഇത്തവണ 3ാമത്തെ ബെല്ലിലാണ് എടുത്തത്. കോൾ എടുത്ത ഉടനെ അയാൾ ചോദിച്ചു, സീറ്റ് നമ്പർ എത്രയാണ്? ഞാൻ പറഞ്ഞു കൊടുത്തു. വണ്ടി സദാനന്ദപുരം ആയെന്ന് പറഞ്ഞു. ഓഹോ, ഇനി 10 മിനിറ്റ് കൊണ്ട് വരുമല്ലോ. വീണ്ടും കാത്തിരുന്നു. 9:45 ആയപ്പോൾ ബസ് വന്നു. ഞാൻ നോക്കിയിരുന്നത് പ്രീമിയം ബസ്സാണ്, ബുക്ക് ചെയ്തതും അതാണല്ലോ. പക്ഷെ വന്നതോ സ്വിഫ്റ്റും. ഒടുവിൽ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, ഓടി അതിൽ കയറി ബുക്ക് ചെയ്ത സീറ്റിലിരുന്നു. 9:50 ആയപ്പോൾ വണ്ടി സ്റ്റാൻഡ് വിട്ടു. ഗതികേട് നോക്കണം, ഒരു സാധാരണ ഫാസ്റ്റ് പോലും ഇതിൽ കൂടുതൽ സ്പീഡിന് പോകും. അതായത് എഴഞ്ഞെഴഞ്ഞാ പോകുന്നത്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്കും വിയർക്കാൻ തുടങ്ങി. AC കിട്ടുന്നില്ല, തണുപ്പ് വരുന്നില്ല. വളരെ ചെറിയ രീതിയിലാണ് തണുപ്പ് വരുന്നത്. കണ്ടക്ടറെ വിളിച്ചു ചോദിച്ചു. കിട്ടിയ മറുപടി ഇത്രേ തണുപ്പേ ഉള്ളൂ എന്ന്. അതായത് ഇത്രയൊക്കെ തണുപ്പേ ഉള്ളൂ, തനിക്ക് വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി എന്ന ഒരു ഭാവം. തൊട്ടടുത്തിരുന്ന ആളും പിന്നിലിരുന്ന ആളുകളുമൊക്കെ കൈ കിട്ടിയ പേപ്പറൊക്കെ വെച്ച് വീശുന്നു. മാത്രമല്ല അതിലെ മുഴുവൻ യാത്രക്കാരും വിയർക്കുന്നു.
ഒന്നാമത് വെളിയിൽ ചുട്ടുപൊള്ളുന്ന ചൂട്, കാരണം രാവിലത്തെ ആ ഒരു ചൂടുണ്ടല്ലോ. രണ്ടാമത് ഗ്ലാസ് അടച്ചു മൂടി എയർ ടൈറ്റ് ആയിരുന്നു. എനിക്കാണെങ്കിൽ പോകാതിരിക്കാനും പറ്റുന്നില്ല. ഒരു സമയത്ത് പിന്നെ വിചാരിച്ചു എന്നാൽ ഇവിടെ അങ്ങ് ഇറങ്ങിയേക്കാം, തിരിച്ച് പോകാം, മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അന്നേരവും മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ആളുകൾ വിളിക്കുന്നു, എവിടെ എത്തിയെന്ന്. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അതിൽ തന്നെ യാത്ര ചെയ്തു. റോഡിൽ വലിയ തിരക്കില്ലാതിരുന്നിട്ടും 12:10 കോട്ടയത്ത് ചെന്നപ്പോൾ. പെട്ടെന്നിറങ്ങി ഒരു ഓട്ടോയിൽ കയറി മീറ്റിംഗ് ഹാളിൽ ചെന്നപ്പോൾ സമയം 12:30. മീറ്റിംഗ് അവസാനിക്കാൻ പോകുന്നു. വന്നവർക്ക് നന്ദി പറയുമായിരുന്നു. ആ മീറ്റിങ്ങിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പല കാര്യങ്ങളും. അതൊന്നും കേൾക്കാനോ പറയാനോ ഒന്നും സാധിച്ചില്ല. ഒടുവിൽ എല്ലാവരോടും ഇരുന്ന് ഭക്ഷണം കഴിച്ചു, പിരിഞ്ഞു. ഈ യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു യാത്രയാണ്. ഈ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ അനിയത്തെ കാണിച്ച് ചേട്ടത്തെ കെട്ടിച്ചു വിടുന്ന പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ ആയിപ്പോയി. ടിക്കറ്റ് ബുക്ക് ചെയ്തത് AC പ്രീമിയം ബസ്സിൽ, വന്നതോ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റും. അത് AC ആണ്, പക്ഷേ AC ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാമമാത്രമായുള്ള തണുപ്പേ വരുന്നുള്ളായിരുന്നു. കാരണം പഴയ ഒരു ബസ്സാണ്, അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ടിക്കറ്റിൻ്റെ കാശ് മുൻകൂട്ടി വാങ്ങിയിട്ട് യാത്രക്കാരെ പറ്റിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പണി എന്ന് KSRTC നിർത്തുന്നോ അന്ന് ഈ പ്രസ്ഥാനം ഗുണം പിടിക്കും. ഇതുകൊണ്ടൊക്കെയാണ് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. പല ആളുകളും ഈ യാത്രയൊക്കെ KSRTC ബസ് ഒഴിവാക്കി മറ്റ് ബസ്സുകളെ ആശ്രയിക്കുന്നത്.